സങ്കീർത്തനങ്ങൾ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈബിളിലെ 20-ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒത്ത നടുക്കായി ക്രമീകരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ബൈബിളിലെ 20-ാമത്തെ പുസ്തകം. വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതും അതേസമയം സ്വന്തം ജീവിതത്തിൻ്റെ പല അവസ്ഥകളെയും തുറന്നു കാട്ടുകയും അതിലുപരി പലപ്പോഴും മനുഷ്യ മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു കവിതാ സമാഹാരമാണ് ഈ സങ്കീർത്തനങ്ങൾ. 150 അധ്യായങ്ങളുള്ള ഈ കവിതാ സമാഹാരത്തെ പ്രധാനമായും 5 പുസ്തകമായി തിരിച്ചിട്ടുണ്ട്. 1, 42, 73, 90, 107 എന്നീ അധ്യായങ്ങൾക്ക് മുകളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ പലതാണെങ്കിലും ബഹുഭൂരിപക്ഷവും എഴുതിയത് ദാവീദ് രാജാവായതിനാൽ ഈ പുസ്തകത്തെ ദാവീദിൻ്റെ പുസ്തകം എന്നും പറയാറുണ്ട്. 73 സംഗീതങ്ങളുടെ രചയിതാവ് ദാവീദ് തന്നെയാണെന്ന് വ്യക്തമായും രചയിതാക്കളുടെ പേര് രേഖപ്പെടുത്താത്ത പുസ്തകങ്ങളിൽ പലതും ദാവീദ് തന്നെയാണ് എഴുതിയതെന്നതിനും തെളിവുകൾ ബൈബിളിൽ നിന്ന് തന്നെ ലഭ്യമാണ്. ദാവീദിനു പുറമെ ആസാഫിൻ്റെയും കോരഹ് പുത്രന്മാരുടെയും മോശയുടെയും ശലോമോൻ്റെയും ഹാമാൻ്റെയും ഏഥാൻ്റെയും സംഗീതങ്ങളും ഈ പട്ടികയിൽ ഉണ്ട്. ഇതിൽ കോരഹ് പുത്രന്മാർ പണ്ട് മരുഭൂമിയിൽ വെച്ച് മോശയോട് മത്സരിച്ച് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് ഭൂമി പിളർന്ന് വിഴുങ്ങപ്പെട്ട കോരഹ്, അബീറാം, ദാദാൻ കുടുംബങ്ങളിൽ നിന്ന് അപ്പൻ്റെ മത്സരത്തിൽ പങ്കുചേരാതിരുന്ന് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരാണ്. ബൈബിളിലെ സങ്കീർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈ പുസ്തകത്തിൻ്റെ സ്ഥാനം മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിനും പ്രവാചക പുസ്തകത്തിനും ഒപ്പമാണ് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുത്തിയ അവസരങ്ങൾ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും സങ്കീർത്തന രചയിതാക്കൾ നമ്മളെ വരച്ച് കാട്ടുന്നുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം നമ്മിൽ നിന്ന് ഒട്ടും അകന്നു നിൽക്കാത്ത ഒരു രക്ഷകനെയും അവിടെ നമുക്ക് കാണാം. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പ്രാർത്ഥനകളിലും സംഗീതങ്ങളിലും സങ്കീർത്തനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആദിമസഭയിൽ വിശ്വാസികൾ പരസ്പരം ആശ്വസിപ്പിക്കുന്നതിനും പ്രബോധിപ്പിക്കുന്നതിനും സങ്കീർത്തനങ്ങളും ആത്മീക ഗീതങ്ങളും തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ കൈകളിലുള്ളതുപോലെ പുതിയ നിയമ പുസ്തകം എഴുതി ക്രോഡീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവെഴുത്തുകളുടെ ഭാഗമായിരുന്ന സങ്കീർത്തനങ്ങൾക്ക് വലിയ ഒരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. പുതിയ നിയമസഭയുടെ തുടക്കത്തിൽ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഒഴിഞ്ഞിട്ട് പോയ സ്ഥാനത്തേക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കണം എന്ന തീരുമാനത്തിലേക്ക് അപ്പോസ്തലന്മാരെ നയിച്ചതും സങ്കീർത്തനങ്ങളിലെ പ്രവചനങ്ങൾ തന്നെയായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ പലപ്പോഴും ആശ്വാസഗീതങ്ങളായും സ്തുതിഗീതങ്ങളായും ഇരിക്കുമ്പോൾ തന്നെ വരുവാനുള്ള മിശിഹായുടെ ജനനവും കഷ്ടാനുഭവവും ഒക്കെ രചയിതാക്കൾ കൃത്യതയോടെ പ്രവചിച്ചിട്ടുണ്ട്. തിരുവചനത്തിലെ ഓരോ പുസ്തകങ്ങളിലും മറഞ്ഞും തെളിഞ്ഞുമായി വിരൽ ചൂണ്ടുന്നത് ലോകരക്ഷിതാവായി അവതരിക്കാനിരുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലേക്കും തുടർന്ന് നടന്നതും നടക്കാനിരിക്കുന്നതുമായ സംഭവങ്ങളിലേക്കും ആണ്. ആ കാര്യങ്ങളുടെ ഒരു സംഗ്രഹം സങ്കീർത്തനങ്ങളിലുമുണ്ട്. സങ്കീർത്തനങ്ങൾ ആരെഴുതിയതാണെന്നോ ഏത് സാഹചര്യത്തിൽ എഴുതിയതാണെന്നോ ഒന്നും അറിയാതെ വായിച്ചാലും അതിലെ ഓരോ വാക്യങ്ങളും മനുഷ്യ മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകി രക്ഷിതാവിലേക്ക് അടുപ്പിക്കാൻ മതിയായതാണ്. അതുകൊണ്ടാവാം അക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള പ്രായമാവുമ്പോഴേക്കും കുഞ്ഞു മനസ്സുകളിലേക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സങ്കീർത്തനങ്ങൾ 23:1 യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്.
ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും അധരങ്ങളിൽ നിന്നും ദൈവത്തിന് പ്രസാദമുള്ള സ്തുതിഗീതങ്ങളായി ദൈവസന്നിധിയിലേക്ക് എന്നും ഉയരട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.